ഹോട്ടലിലാണ് നിൽക്കുന്നത്. ശബ്ദമൊന്നും ക്ലിയർ ആയിട്ട് കിട്ടൂല. MBFL കാണാൻ വന്നേ. അപ്പം നമുക്ക് നോക്കാം എന്തൊക്കെയാണുള്ളത്. ഫുള്ള് കല്ലിലാണ് പണി വെച്ചിരിക്കാൻ തോന്നി. ഇതൊക്കെ ആരാണ്? ഏതോ അന്യ ക്യാരക്ടറാണ്. മുകളിലിരിക്കുന്ന ആരും വലിയ പിടുത്തം ഇല്ലാത്തതുകൊണ്ട് ഒട്ടും നോക്കത്തില്ല. വിശാന്തി ഓഡിറ്റോറിയത്തിലാണ്. ഇങ്ങനെ നടക്കി പ്രോഗ്രാം പ്രത്യേകിച്ചില്ല. 4 മണിയായിട്ടൊന്ന് തുടങ്ങി. ഇവിടെ ഒരു 3 മണിയായിട്ടാണ് തോന്നുന്നത്. 3 മണി ആ സമയത്താണ് മമ്മൂട്ടി വരുന്നത് ഉദ്ഘാടനത്തിനായിട്ട്. ഇവിടെ ആയിട്ടായിരിക്കും മൂട്ടിയിരിക്കുന്നത്. ഒരു മാറ്റവും ഇല്ല. കഴിഞ്ഞ വർഷത്തെക്കാട്ടും കുറച്ചും കൂടി മിന്നിച്ചിട്ടുണ്ട്. എന്നാലും തരക്കേടില്ല. പിടിച്ചിറത്തി ഇൻ്റർവ്യൂ ചെയ്യാൻ ഒരൊറ്റ മനുഷ്യർ പോലും ഇല്ല. അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കുകയെങ്കിലും ചെയ്യായിരുന്നു. ഇപ്പോൾ വിജനായിട്ട് കിടക്കണമെന്ന് ആരുടെ സംസാരിക്കുന്നുണ്ട്. തരുന്നതെടുത്തില്ല. ഇങ്ങനെ നടക്കി പടിക്കെട്ടുകളാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമല്ലാത്തൊരു സാധനം. എന്നെ അതെന്തിനാണ് വലിയ കല്യാണം നടക്കണുണ്ട്. പിന്നെയും വിളിച്ചാടി. കൊള്ളാൻ സംഭവം. നിങ്ങൾ ഓർക്കുന്നുണ്ടോയെന്ന് എനിക്ക് ഓർമ്മയില്ല. ഒരു 2 വർഷം മുമ്പായിട്ട് അഭിഹിത ഷൂട്ട് ചെയ്യാൻ വന്ന ഇവിടെ ഒരു റെഡി റാസ്കൽ കൂട്ടുകാരൻ പറഞ്ഞിട്ട് ഇവിടെ കൂടെയാണ് ഒളിഞ്ഞു നോക്കിയത്. ഇവിടെ ഇരിക്കുന്ന ചേച്ചിമാരും ചേട്ടന്മാർ, പാവം ചേച്ചിമാരും ചേട്ടന്മാരും ഇവിടെ ഇരുന്ന് പ്രേമിക്കരുത്. ഞാൻ അതിൻ്റെ ഇടയിൽ കൂടെ ഈ മരങ്ങളുടെ ഇടയിൽ കൂടെയൊക്കെ ഷൂട്ട് ചെയ്ത് ഇങ്ങനെ നടന്ന് അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തി. അതിനെല്ലാത്തിനും കാരണം എൻ്റെ കൂട്ടുകാരനാണ്. അവനെ പിന്നെ കൈ കിട്ടിയണ്ടല്ലോ. നമുക്ക് ഫെസ്റ്റിവൽ ഹാളിലോട്ട് പോകാം. ഇനി ഫെസ്റ്റിവൽ ഹാളിലോട്ട് കൂടി ഒന്ന് കയറാം. ഇതിനകത്ത് ഏത് വഴി കണ്ടുപിടിക്കാൻ ഇനി 2 വർഷം എടുക്കുകയാണ്. വഴിയെ കൊണ്ടുവരുന്ന കേട്ടാ. Other than that, the machine will be able to actually produce just like that, creatively. Run the customer interactions. For example, today, so നമ്മളൊരു ഓട്ടോമൊബൈൽ വാങ്ങുക അല്ലെങ്കിൽ ഒരു എക്യുപ്മെന്റ് കിച്ചൺ എക്യുപ്മെന്റ് വാങ്ങുക. So therefore, customer interaction is one lot of job displays. And the third one is very പുറമേന്ന് കണ്ടാലേ ഇവിടെ ഡോറുണ്ട്. ഇങ്ങനെ അകത്തോട്ട് കയറാം ഒന്നും മനസ്സിലാവൂല. ഇതിനകത്തോട്ടാണ് ഡോർ. പക്ഷെ എൻ്റെ അപ്പു പമ്പ സെറ്റപ്പ് തന്നെയാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. സ്കാൻ ഫോർ ദ ഷെഡ്യൂൾ ഓഫ് സെക്ഷൻസ്. വേണ്ട ചേച്ചി, എനിക്കിതിൻ്റെ ആവശ്യമില്ല. എനിക്കിത് തന്നു വരും. ഒരു കായൽ ഇതൊക്കെ നിർത്താൻ പറ്റുമോ? ജീവിതത്തിലുണ്ടായ ആർജവം അതൊക്കെ നഷ്ടപ്പെട്ടു. എല്ലായിടത്തും ആഡംബരത്തിന്റെ പുറകെയും അർത്ഥശൂന്യമായ ചില ആഘോഷങ്ങൾ. അപ്പം ഇതിന് കൂടുതൽ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള ആൺകുട്ടികളെ കാണുന്നു. ഈ പ്രണയം പക എന്ന് പറയുന്നത് ഒരു ക്രൈം ആകുന്ന രീതിയിലേക്ക് ആംപ്ലിഫൈ ചെയ്യുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? അത് കൃത്യമായിട്ട് നമ്മുടെ കുടുംബങ്ങൾ വളരെ പാട്രിയാർക്കലായതും സ്ത്രീ നമ്മുടെ സ്വന്തമാണ് അല്ലെങ്കിൽ പ്രണയിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങി നിൽക്കേണ്ട ഒരാളാണ് പെൺകുട്ടികൾ എന്നുള്ള ആൺകുട്ടികളുടെ ഒരു ചിന്താധാരയിൽ നിന്ന് തന്നെയാണോ ഇതുണ്ടായിട്ടുള്ളത്? എനിക്ക് തോന്നുന്നു അതിനൊരു ഒരു സാമൂഹിക ചിന്തയൊന്നുകൊണ്ട് നമ്മൾ സംസാരിക്കേണ്ടതുണ്ട്. പ്രത്യേകിച്ച് കുട്ടികളെ നമ്മൾ വളർത്തുന്ന രീതിയുമായി ബന്ധപ്പെട്ട് എനിക്ക് തോന്നുന്നു പ്രണയത്തിലോട്ട് വരുന്നതിന് മുമ്പ് ഇവിടെ പറഞ്ഞ 1-2 കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രസക്തമായ 1-2 കാര്യങ്ങൾ കൂടി പറഞ്ഞ് മുന്നോട്ട് പോകാമെന്ന് കരുതുന്നു. എങ്ങനെ മനുഷ്യനെ തമ്മിൽ അകറ്റാം
അപ്പോൾ ശ്രീനാരായണ ഗുരു പറഞ്ഞ സങ്കല്പമുണ്ട്, എല്ലാ മതങ്ങളും കാലാനുസൃതമായി വ്യാഖ്യാനിച്ച് മനുഷ്യന്റെ നന്മയ്ക്ക് ഉതകുന്ന തലത്തിൽ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് വിപരീതമായി മനുഷ്യനെയും തമ്മിലുള്ള വ്യത്യാസം അകൽക്കുന്ന അല്ലെങ്കിൽ ശത്രുപക്ഷത്താക്കുന്ന രീതിയിലുള്ള ഇടുങ്ങിയ സങ്കുചിതമായ അജണ്ട നമ്മുടെ രാജ്യത്തും ലോകത്ത് പല സമൂഹത്തിലും ഇത് വളർന്നു വരുന്നു. അത് നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതിനെതിരായ പ്രതിരോധം ഒരു വളരെ പോപ്പുലറായ ഒരാൾ നടത്തിയ ഒരു സമീപകാലത്ത് നടത്തിയിട്ടുള്ള ഒരു പ്രസ്താവനയാണത്. അതൊരു പൊട്ടൻ പറഞ്ഞതായി അവഗണിക്കാമെങ്കിലും അതൊരു ഐഡിയോളജിക്കൽ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ടാണ് നടക്കുന്നത്. ദളിതനൊന്നുമല്ലാത്ത ഉയർന്ന ജാതിശ്രേണിയുടെ ഉയർന്ന ഘട്ടത്തിൽ നിലയിലുള്ള ഒരാളാണത് പറയുന്നത്. അയാൾക്ക് പോലും അയാളെക്കാളും മുകളിലുള്ള ബ്രാഹ്മണനാകണം എന്ന് പറയുമ്പോൾ അതിലൊരു വലിയ ഒരു ദൈവങ്ങൾ എന്ന് പറയുന്ന കൊണ്ടാടപ്പെടുന്ന ആൾദൈവങ്ങളുണ്ടല്ലോ. ഇവിടുത്തെ മീഡിയ എന്താണ് ചെയ്യുന്നത്? ഇവിടുത്തെ മീഡിയയും ഇപ്പൊ ഉദാഹരണത്തിന് ഏറ്റവും നല്ല മലയാളികൾക്ക് എക്കാലവും രക്ഷിക്കേണ്ടുന്ന ഒരു സംഗതിയാണ് രാജ്യത്തിന്റെ പരമോന്നതമായ നീതിപീഠം പുറപ്പെടുവിച്ച ഒരു ആത്യന്തിക വിധി തീർപ്പ്. ശബരിമലയിൽ സ്ത്രീകൾക്ക് പ്രവേശിക്കാമെന്ന വിധി തീർപ്പുണ്ടായപ്പോൾ കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ മതഭ്രാന്തി ഇളക്കി വിട്ട് കാത്തിരിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികളും നടത്തിയ ആ വിധിക്കെതിരെ തെരുവിൽ കലാപം അഴിച്ചുവിട്ടപ്പോൾ ഈ കലാപം നമ്മുടെ ഭരണഘടനയ്ക്കും നമ്മുടെ സുപ്രീം കോടതിയുടെ ഈ വിധി ലംഘിക്കുന്നതിലൂടെ നമ്മുടെ ഭരണഘടനയെയാണ് നമ്മൾ വെല്ലുവിളിക്കുന്നത് എന്ന് മുഖപ്രസംഗം എഴുതാൻ തൊട്ടതിനും പിടിച്ചതിനും കുവൈറ്റിലെയും മറ്റൊക്കെ കാര്യങ്ങളെക്കുറിച്ച് മുഖപ്രസംഗം എഴുതുന്ന നമ്മുടെ വൻകിട പത്രങ്ങൾക്കൊന്നും തോന്നിയില്ലല്ലോ. ഭരണഘടനയെ ആരാണ് വെല്ലുവിളിക്കുന്നത്? ഭരണാധികാരികൾ മാത്രമല്ല, ഭരണാധികാരികളുടെ പ്രത്യയശാസ്ത്രത്തിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും മതങ്ങൾ വെല്ലുവിളിക്കുന്നു. സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരെ വെല്ലുവിളിക്കുന്നത് ആരാണ്? ഭരണഘടന നൽകുന്ന സ്ത്രീകൾക്കുള്ള സ്വാതന്ത്ര്യത്തെ വെല്ലുവിളിക്കുന്നതിൽ മതങ്ങളും ഉൾപ്പെടുന്നില്ലേ? ഇവിടുത്തെ മാധ്യമങ്ങളും ഈ മതങ്ങളോടൊപ്പമല്ലേ? കൂടുതൽ പറയിപ്പിക്കാതിരിക്കുകയാണ് നല്ലത്. പിന്നെ ഞാൻ അവിടെ ആയിരുന്നു, അവരെന്നെ പഠിച്ച് ചോദ്യം ചോദിപ്പിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ചോദ്യം ചോദിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല. അത് ഇത്ര വലിയ ആളുകളുടെ മുമ്പിൽ അത് അവിടെ ഇരിക്കുന്നവർ ചോദിക്കുന്നത് അത് പ്രിപ്പയർ ചെയ്തിട്ടാണ്. ഞാൻ പ്രിപ്പയറും ചെയ്തിട്ടില്ല. ഞാൻ പ്രസംഗത്തിൻ്റെ ഇടയ്ക്ക് വന്നിരുന്ന ആളാണ്. അപ്പം അതിൻ്റെ വിഷയങ്ങൾ എനിക്കുണ്ട്. പെട്ടെന്ന് കയറി അഭിപ്രായം പറയാൻ എനിക്ക് പറ്റില്ല. അങ്ങനെ ഇവിടുന്ന് ഇറങ്ങിയാണ് 1 മണി ഇനി വീട്ടിൽ കയറുന്നിരിക്കും. പക്ഷേ ചോറ് കഴിക്കണം. പ്രഭു എന്തെങ്കിലും മിണ്ട് ചിരിച്ചോണ്ടിരിക്കാതെ വായിക്കാതെ എന്തെങ്കിലും എടുത്തിട്ട് കൊടുത്താലേ കല്ലാവുള്ളൂ. തിളച്ച് മറിഞ്ഞ് കിടക്കുകയാണ്. നട്ടുച്ച വെയിൽ എല്ലായിരുന്നു കയറി നാടായിരുന്നു. എനിക്ക് ആടിയ എനിക്കിപ്പോൾ ഞാൻ ആടും, എനിക്കറിയാൻ പേടിയില്ല. ഇറങ്ങുന്നതിന് പോയിട്ട് പണി കൊടുത്തിട്ട് ഞാൻ പോകും. അവിടെ ഇരിക്കുന്ന സെക്യൂരിറ്റി അമ്മമാരൊക്കെ എന്താവോ അതിനടിച്ചിറക്കും. കയറി വരുമ്പോഴും ഇറങ്ങി പോകുമ്പോഴും ഇഷ്ടപ്പെടാത്ത സാധനം പറയും. കഴിഞ്ഞ വർഷം ഇതിന് അല്ല നീല കളറായിരുന്നു. കാരണം പിങ്ക് അടിച്ചു ഇതിനകത്ത് വെള്ളം ഉണ്ടാകും.
ഹൗസിൻ്റെ ഉണ്ടി ഇവിടെ ഒന്നും കയറില്ല, നമുക്ക് നമ്മളെ ചായക്കട മാത്രം മതി. അപ്പോൾ ഗൈസ് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, എന്തെങ്കിലും മാങ്ങാത്തൽ കാണിച്ചിട്ട് പോകണേ. ടാറ്റാ. ഒരുപാട് തവണ കനകക്കൊന്നിൽ വന്നിട്ടുണ്ടെങ്കിലും ഇവരുടെ മാനവീയത്തിൽ കയറാൻ പറ്റിയിട്ടില്ല. ഭയങ്കര ഒരു പരാജയമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്.